വൈറ്റ് ലോങ് ഇത് ഒരു സീസൺ ഇല്ലാതെ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം കണ്ട് കായ്ക്കും. 4 വർഷം 4 വർഷം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 4 പ്രാവശ്യം മരമുന്തിരി. അയ്യാ ഇത് രാജാവ്. റെഡ് ഹൈബ്രിഡ്. ഇവിടെ ഹൈബ്രിഡ് കഴിച്ചിട്ടുണ്ടല്ലോ. എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇത് കൊലകൊലമായിട്ട് അടി മുതൽ മേലെ വരെ കായ്ക്കും. നന്നായിട്ട് കായ്ക്കും. നല്ല ടേസ്റ്റ്. പ്രിയമുള്ളവരെ, PLT വ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടി ആയിരിക്കുന്ന ഹസൻകുട്ടി. അവര് ഒരു പ്രവാസിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഒത്തിരി നാളുകളായിട്ട് ഞാനിവിടെയൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് പല ഇനം ഫലവൃക്ഷ തൈകളും അതുപോലെ തന്നെ നല്ല നല്ല ഫ്ലവറുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ പലപ്പോഴായിട്ട് കരുതിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി നഴ്സറികൾ കണ്ടുമെടുത്ത പ്രേക്ഷകർ ചോദിക്കും അതെന്താ അതിൽ പ്രത്യേകത. ഞാനിത് കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ധാരാളം മാവ് കായ്ച്ചു നിൽക്കുന്നതും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലതും കാണാറുണ്ട്. പക്ഷെ അത്തരം സംഭവങ്ങളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെ വിഭവങ്ങൾ കഴിക്കാൻ അല്ലെങ്കിൽ വിഭവങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലത്തെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പല സംശയങ്ങളുണ്ട്. നമ്മളിങ്ങനെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെടികളും ഫലവൃക്ഷ തൈകളും പലപ്പോഴും ഒന്നും നമ്മുടെ വീട്ടിൽ വന്നാൽ അതുപോലെ അത് അതിൻ്റെ വിഭവം തരാറില്ല എന്നൊക്കെ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിരിക്കും, ഉത്തരമായിരിക്കും എന്ന പ്രതീക്ഷയെ മാന്യപ്രേക്ഷകർക്ക് പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തു എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞോളേ, ആദ്യം പ്രവാസിയായിരുന്നല്ലോ, ഗൾഫിൽ എവിടെയായിരുന്നു? ഞാൻ UAE. അവിടെ നമുക്ക് ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? 38 വർഷം പോലെ ഞാൻ അവിടെ തന്നെയായിരുന്നു. 38 വർഷം നിന്നല്ലേ? അതിനുശേഷം നാട്ടിലേക്ക് വന്നത്. ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് എത്രയായി? ഇപ്പോൾ ഒരു 5 വർഷം 5 വർഷമായി. 6 വർഷത്തിനടുത്തായി. ഈ ഒരു മേഖല ഗൾഫിൽ നിന്നുള്ള താല്പര്യമാണോ അതോ ചെറുപ്പത്തിലുള്ളത്? അല്ല, അത് ആദ്യം എനിക്ക് ഉണ്ടായിരുന്നത് ഈ ചെടികളോട് വലിയ കമ്പായിരുന്നു. ചെടികൾ അത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടു, നല്ല പൂക്കളും ചെടികളും ഒക്കെ ആയിട്ടോ. പിന്നെ എനിക്കിങ്ങനെ ഇവിടെ നാട്ടിൽ സ്ഥിരം താമസമായ സമയത്ത് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4-5 ആള് പേര്. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കേരളത്തിലെ ഏകദേശ സ്ഥലങ്ങളിലൊക്കെ പോയി, മണ്ണൂട്ടി അതുപോലെ ഏകദേശം എല്ലാ നഴ്സറികളും ഞങ്ങൾ പോകും. അവിടെയൊക്കെ പോയിട്ട് നല്ല നല്ല ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങിക്കൊണ്ടും തൈകളൊക്കെ വാങ്ങിക്കൊണ്ടും അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെക്കും. അതിൽ കുറെ തൈകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, കാരണം കായ്ക്കാത്ത തൈകളും കിട്ടുമായിരുന്നു. പിന്നെ കുറെ തൈകളൊക്കെ അതിൽപ്പെട്ട നല്ല നല്ല ഇതാണ് നമ്മള് ലോങ്ങന്, അതുപോലത്തെ മരമുന്തിരി, പൊട്ടിക്കാബ എന്ന് പറഞ്ഞ മരമുന്തിരികള്, അത്തി, പിന്നെ ഏകദേശം കണ്ടമാന പഴങ്ങൾ പിന്നെ വൃക്ഷങ്ങൾ കായ്ച്ചു നമുക്ക് കിട്ടാം. ഏകദേശം എത്ര ഇനം ഉണ്ടാവും പല വൃക്ഷ തൈകളും? ഏകദേശം ഒരു 10, 70, 75, 80 ഐറ്റം ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കണം എന്നറിയാം. ചില പ്രേക്ഷകരായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും പറയും നമ്മൾ അവരെ നഴ്സറിയിൽ ഇങ്ങനെ കാണുന്നു കണ്ടിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അത് പലപ്പോഴും കായ്ക്കൂല, അവരതിന് സ്പെഷ്യൽ മരുന്നടിക്കുന്നുണ്ട്, സ്പെഷ്യൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കലുണ്ട് ഇതിങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പൊ പലതും കായ്ച്ചിട്ടുണ്ട്, ഇവിടെ മരമുന്തിരി കായ്ച്ചിരിക്കുന്നു, പലതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അതൊന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക, പിന്നെ നിങ്ങളുടെ അനുഭവം എക്സ്പീരിയൻസും കൂടി ഒന്ന് പങ്കുവെക്കുക. ഓക്കെ, ശരി. ഒരു ഫ്രൂട്ടാണ് ഇത്, ഉണ്ടാവും. ഒരു പുളിമാതിരാണ്, ചെറുതായിട്ടുണ്ടാവും. സബാറ സോറി, എന്താണ് പറഞ്ഞത്? ബറാബ. പേരുങ്ങൾ എഴുതിയൊക്കെ ഇട്ടിട്ട് അത്രത്തോളം ഉണ്ടാവുമ്പോ പലപ്പോഴും അത് കായ്ച്ചത് അടിയിലതാ, അടിയിലതൊന്ന് ഇഷ്ടംമാതിരി കായ്ക്കും. ഇതല്ലേ? അതിന് വളരെ അത്ര കുറച്ചും കൂടെ ഒരു മഞ്ഞ കളറിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അടിയിലെ കന്യാകുമാരി ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ രുചി എങ്ങനെ? രുചി ഒരു പുളി മധുരമാണ്. ഇഷ്ടപ്പെട്ട സാധനം. ഓ, നമ്മുടെ ഈ ഓറഞ്ചിന്റെ ഒക്കെ ഒരു മറ്റൊരു ഇനായിരിക്കും അല്ലേ? ഇത് സ്ട്രോബെറി പേര. സ്ട്രോബെറി പേര. ഇത് പൂവിട്ട് പോണുള്ളൂ, കായ്ക്കല് കാണില്ല, പോകും. എത്ര വർഷം വായിക്കണ്ട്? ഇതിപ്പോ ഒരു 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ അല്ലേ? സ്ട്രോബെറി പേര. ഓ, കാറ്റിൽ വീണതാണോ? ഇത് ലച്ചി. ഇത് അവര് നമുക്ക് പിന്നെ ലോങ് എന്ന് പറഞ്ഞ് തന്നതാണ്, പക്ഷെ കായ്ക്കുന്നില്ല. ഇവിടെ കായ്ക്കൂല. ഇത് ലച്ചി എന്ന് പറഞ്ഞ സാധനം ഇവിടെ കായ്ക്കാൻ പ്രയാസമാണ്, നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ല. ഇതിമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ബെഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെങ്ങനെ ചെയ്ത് നോക്കിയോ? പിന്നെ ഇത് പിന്നെ വേണം കഴിച്ചു നോക്ക്. അത് മറ്റേതല്ലേ, എന്താ പറയാ, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്. നല്ല മധുരാണിത്, കഴിച്ചോക്ക്. പുതിയൊന്നുമില്ല. സ്റ്റാർ ഫ്രൂട്ട് കച്ചറൊന്നും ഉണ്ടാവില്ല. സ്റ്റാർ ഫ്രൂട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ്. കുട്ടികളൊക്കെ പോയി ഗൾഫിൽ പോയി. കുട്ടികളൊക്കെ സ്കൂൾ വെക്കേഷൻ ആയപ്പോഴേ നമ്മളൊക്കെ കൊച്ചുനാളില്
സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതിന്റെ സാധനം ഉണ്ടായിരുന്നു, നോർമൽ ഉണ്ടായിരുന്നു. അതന്നെ നമ്മള് അതെ വരണപ്പുളി എന്നിട്ട് തിന്നിരുന്നു നമ്മളൊക്കെ. സ്റ്റാർ ഫ്രൂട്ട് എന്നല്ല പേര്. ആ സ്റ്റാർ ഫ്രൂട്ടായി ചതുരപ്പുളി. അതെ 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 അതെ. പിന്നെ ഇത് ഓരോരോ മറ്റേ റംബുട്ടാന്റെ വേറെ വേറെ വെറൈറ്റിയാണ്. ഇത് ഞാന് ഒരു പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ മറ്റേ മുസമ്പി ഉണ്ടല്ലോ, നമ്മളെ മറ്റേ കടയിലൊക്കെ വാങ്ങാൻ കിട്ടണ മഞ്ഞ ഐറ്റം. പാകിസ്ഥാന്റെ അല്ല. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് കുരു മുളപ്പിച്ച് വെച്ച് നോക്കിയാണ്, ഉണ്ടാങ്ങ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിലേക്ക്. ഇത് കുരു മുളപ്പിച്ചാണ്. ഉണ്ടാവാൻ പ്രയാസാണ്, സമയം വേണ്ടി വരും, അത്ര ടൈം വേണ്ടി വരും. എങ്കിലും മുളച്ചല്ലോ കുരുല്ലേ, എന്നിട്ട് വളർത്തി. ഇതുപോലെ തന്നെ മലേഷ്യൻ പിന്നെ ഒരു ഡ്രാഗൺ ആണ്. ഇപ്പോഴും ചെറുതാണ്. കഴിഞ്ഞ വർഷം നല്ല വലുപ്പത്തിലുണ്ടായിരുന്നു, പക്ഷെ ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ വലിപ്പം വെക്കണില്ല. പക്ഷെ ഇത് കുറച്ച് വലിപ്പം ഉണ്ടാവലുണ്ടല്ലോ സാധാരണ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വലിപ്പം ഉണ്ട്. 10-30 കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കാണാനും അത് പൊട്ടിച്ചതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഭംഗിയും ഭയങ്കര അല്ലേ. പക്ഷെ ജ്യൂസ് അടിക്കാനാണ് ടേസ്റ്റ് ഒന്നുണ്ടല്ലേ. ചിലത് മധുരം കുറവുള്ള ഐറ്റം ഉണ്ട്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങേണ്ട മധുരം കുറവാണ്. അങ്ങനെ പിന്നെ സീഡ്ലെസ് ലെമൺ, നല്ല കൊല കുത്തി കായ്ക്കണ ലെമണാണിത്. നമുക്കല്ല എന്തോ റൗണ്ട് ടൈപ്പ് അല്ലല്ലോ, ഒരു നീളം ടൈപ്പ് അല്ലേ. അതാ ഈ ടൈപ്പ് അത് റൗണ്ട് തന്നെ. നമുക്ക് ഈ വെള്ളം ഉണ്ടാക്കാനും ഇതിനൊക്കെ വളരെ അതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നേ. പിന്നെ ഇതൊരു നെല്ലി. കായ്ച്ചിട്ടുണ്ടാകുന്ന വാങ്ങിച്ചതാണ്. അപ്പൊ ചുവന്ന നെല്ലിക്കയാണ് വരിക. ഇത് പിന്നെ റംബുട്ടാൻ റംബുട്ടാന്. ഇതിന് കുറെ കോടൊക്കെ ഉണ്ടല്ലേ ഇഷ്ടംപോലെ ഉണ്ട് കാഴ്ച. ചെറിയ തൈയാണല്ലോ, അത്യാവശ്യം വലുപ്പമുണ്ട് അല്ലേ. 4 വർഷമായി. ഇത് എല്ലാ വർഷം ഇങ്ങനെ കഴിക്കാറുണ്ടോ? ഇതെന്താ സംഭവം? അതിന്റെ രുചി നോക്കിയിട്ടുണ്ടോ? രുചി എന്ന് പറഞ്ഞാല് മധുരം തന്നെയാണ്. നമ്മളെ മറ്റേ നാടന്റെ അത്ര ഇല്ല. അതുണ്ടാവില്ല അല്ലേ. അതൊരു ഫാൻസി ഐറ്റം. ബ്ലാക്ക് ഉണ്ട്, അത് നല്ല മധുരമാണ്. അത് അവിടെ ഉണ്ട്, പക്ഷെ കായ്ച്ചിട്ടില്ല. ഓക്കെ. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ ഒരു നാംഡോക്കുമായി ഒരു മാവ് കൊടുന്ന് വെച്ചാണ്. അപ്പൊ കൊടുന്ന് വെച്ചാണല്ലേ നാംഡോക്കുമായി. ഇത് നിങ്ങൾ കൊടുന്നത് തൃശ്ശൂർ നെറ്റാണോ? അല്ല, ഇത് നമ്മൾ പുത്തനത്താണിക്കന്ന് വാങ്ങിച്ചത്. പുത്തനത്താണിക്കന്ന് പുതിയ നഴ്സറിന്ന് വാങ്ങിച്ചത്. എന്താണ് പേര് പറഞ്ഞത്? നാംഡോപ്പ്. പൂ കാണുന്നുണ്ട്. ശരിയാ. ഇത് പിന്നെ മുന്തിരിപ്പേര കായ്ച്ചുണ്ടല്ലോ. അതിൽ തന്നെ നല്ല മധുരമാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമായ മൂപ്പായിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റിൽ ഒരു ചേഞ്ചിങ് ഉണ്ട്, സാധാ പേരൊക്കെ വരില്ല. മുന്തിരിപ്പേര ഇതില് ഇപ്പൊ നിങ്ങൾ ഈ മാവും തൈ കൊടുന്ന് വെച്ചല്ലോ, ഇതിന്റെ ഒരു രീതി എങ്ങനെയാ നിങ്ങള്? ഇതിപ്പോ നമ്മള് വെച്ചതാ. ഇത് വെച്ചെന്ന് പറഞ്ഞാല് ഒരു 2 അടി വീതി, 2 അടി താഴ്ചയില് ഒരു കുഴി കുത്തിയിട്ട് അതില് കുറച്ച് നമ്മളെ ഈ വേസ്റ്റുകൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ, അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, ഉപ്പും പിണ്ണാക്ക്, പിന്നെ ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് അതിൽ കണ്ടു വെച്ചാൽ അങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മളൊക്കെ അത് നഴ്സറിയിൽ നിന്ന് കൊടുത്താൽ വീട്ടിൽ വെച്ചാൽ ഉണ്ടാകൂല എന്നുള്ള കുറെ ടെൻഷനൊക്കെ പലർക്കുണ്ട്. അപ്പൊ നമ്മൾ ലൈവാണ് ഇപ്പൊ അവർക്ക് പ്രൂഫ് കാണിച്ചു കൊടുത്തത്. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ വീട്ടിൽ കഴിച്ചിരിക്കുന്നു, മരമുന്തിരി അടക്കം. അപ്പൊ അതിന്റെ നിങ്ങൾ സ്പെഷ്യൽ വളങ്ങളായിട്ടൊന്നും കൊടുക്കാറില്ല? പ്രത്യേകിച്ച് ഒന്നും കൊടുക്കില്ല. നമ്മളെ ഈ ആട്ടുകാട്ടും കൊടുക്കും. ആട്ടുകാട്ടും കോഴിയുണ്ട് ഇവിടെ എനിക്ക് കുറച്ച്. കുറച്ചിട്ട് കോഴിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇട്ടുകൊടുക്കും. ചൂടിന് ശ്രദ്ധിക്കണം, അല്ല നനക്കണം. അതെ ചൂടാണെന്ന് പറഞ്ഞേക്കാം. പിന്നെ എന്താ പറയാ, ചെറുനാരങ്ങന്റെ തൈകൾ. അതൊരു പേരുണ്ടല്ലോ, എന്താണ് പേരാണ്? നല്ല പുളിയാണ്. പുളിയാണല്ലേ. ഇതും ഒരു പിന്നെ മരമുന്തിരിന്റെ തയ്യനാണ്. അതെ. ഇത് മരമുന്തിരിന്റെ കായ്ച്ചിട്ടില്ല. അത് പൂ കിട്ടിയത് പോയി. അത് വെറൈറ്റി ആണോ? പിന്നെ ചക്ക കായ്ച്ചിട്ടുണ്ടായിരുന്നോ? 5-8 കായ്ച്ചിരുന്നു പ്രാവശ്യം. എങ്ങനെ അതിന്റെ രുചി? സൂപ്പർ ചക്ക. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സൂപ്പർ ചക്ക, വേറെ ടേസ്റ്റ് ആണല്ലോ. പിന്നെ എന്താ പറയാ, ഈ
ഓറഞ്ചുകളാണ്, ഓറഞ്ചിന്റെ തൈകളാണ്. തൈകള് നമുക്ക് പൂ ഇട്ടിരുന്നത് കാഴ്ച കണ്ടില്ല. സാധാ ഓറഞ്ച് നമ്മളെ മറ്റേ നഴ്സറിന്ന് കൊടുക്കാനാണ്. അതെ അതെ അതെ. ഓറഞ്ച് കായ്ക്കണ ഓറഞ്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ഫ്രൂട്ടാണ്. ഫ്രൂട്ട് 2 നല്ല കായ്ച്ചിരുന്നു. ആ ഇപ്പൊ കുറെ കായ്ച്ചു കഴിഞ്ഞു. ഇവിടെ ഇവിടെ 1-2 ഉണ്ടാകുന്നതൊക്കെ കിളികൾ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. കിളികൾക്ക് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് നമുക്ക് മാത്രം കഴിക്കാന്നുള്ളതല്ല ഇതിന്റെ മേലെ. ഇത് ആ കിളികൾ വന്നിട്ട് അവര് പിന്നെ രാത്രി വന്ന് പകൽ വന്നിട്ട് ഇങ്ങനെ കൊത്തിക്കൊണ്ടുപോയി അവർക്ക് ഒരു ഭക്ഷണം. അതൊരു വലിയൊരു സംഭവമാണ്. അവരുടെ ആ ശബ്ദം, അവരുടെ ആ സന്തോഷമൊക്കെ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ഇതിന്റെ പേര് ഇസ്രായേൽ ഓറഞ്ച് ആണ്. ഇസ്രായേൽ ഓറഞ്ച്. ഇസ്രായേൽ ഓറഞ്ച് നല്ല കഴിക്കുക. പച്ചിൽ കഴിക്കാം. സലാഡിലൊക്കെ ഉപയോഗിക്കും. പച്ചിൽ കഴിച്ചോ. ഓ, ഇത് കഴിക്കാൻ പറ്റുമോ? ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് അല്ലേ? അപ്പൊ ഇസ്രായേൽ ഓറഞ്ച് ഇങ്ങനെ കഴിക്കാന്ന് പറഞ്ഞിട്ട് തോട് പൊട്ടിക്കൊന്നും വേണ്ട, നേരെ കഴിക്കാം. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരമായിട്ടില്ല, പുളിമധുരാണോ? അതതിനെ മൂപ്പായിട്ടില്ലല്ലോ അല്ലേ? ഇതിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല? ടേസ്റ്റ് എന്താ, രുചി നോക്കട്ടെ. ഇതാണ് സംഭവം. ഇതൊക്കെ തോടൊക്കെ എടുക്കാം. തോട് കഴിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവം. ഇതിന്റെ പേര് നമ്മൾ മറന്നുപോയി. ഇളന്തപ്പഴം. ഇളന്തപ്പഴം അത് നന്നായി കായ്ച്ചിട്ടുണ്ടല്ലോ. എല്ലാം കായ്ച്ചിട്ടോ. ഇത്രയും കായ്ച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം. അത് നമ്മൾ പലപ്പോഴും കരുതുന്നൊന്നും നമ്മളെ നാട്ടിലുണ്ടാവില്ല എന്നല്ലേ? ഇതൊക്കെ ഉള്ള ലൈവായിട്ട് കാണണ്ടല്ലേ? എല്ലാം കഴിക്കും, എല്ലാം കഴിക്കണം. ഇഷ്ടം പോലെ കഴിച്ചിരിക്കുന്നു. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അതെ അതെ അതെ. ബേറാപ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് ലോങ്. ഇന്നലെ ഇത് നിറച്ച് ഫ്രൂട്ടായിരുന്നു. ഇന്നലെ ഞാന് പിന്നെ ഫ്രൂട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്ത്. കാരണം പിന്നെ ഈ മറ്റേ ജന്തുക്കളൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അപ്പൊ അതിന്റെ ബാലൻസ് വെച്ചാണ് ഇപ്പൊ ഞാൻ നല്ലത്. ഒന്ന് വേണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാണട്ടെ. അതല്ലേ നല്ല ഉണ്ടല്ലേ, നല്ല മധുരാണിത്. വൈറ്റ് ലോങ്. ഇത് ഒരു സീസൺ ഇല്ലാതെ ഒരു വർഷത്തിൽ 4 പ്രാവശ്യം കണ്ട് കായ്ക്കും. 4 വർഷം 4 പ്രാവശ്യം കായ്ക്കുന്നത്. നല്ല ഉണ്ടായി. നല്ല ഇത് ഒരു 6 കൊല, വലിയ 6 കൊല ഇപ്പൊ നിലയാണ് എനിക്ക്. എങ്ങനെയുണ്ട്? അതിൽപ്പെട്ട വേറൊന്നാണ് ഇത് റൂബി ലോങ് എന്നാണ്. റൂബി ലോങ്. ഇത് കുറച്ച് കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ കാഴ്ച വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ ഇത് വന്ന് എടുത്താണ്ട് ഒരു ബെഡ് ചെയ്ത് നോക്കിയാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. പിടിക്കുന്നു വിചാരിക്കാം. സാഹചര്യം മഴ ചെറുങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ചൂട് പ്രശ്നം പറഞ്ഞേക്കാം. ഇത് പിന്നെന്താ പറയാ, ഒരു ശരിയാണ്, ടെന്നീസ് ബോൾ ചെറി എന്ന് പറയും. ചെറിയ ഐറ്റം. കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ്. ഇത് നിങ്ങൾ കൊടുത്തിട്ട് എത്രയായി? ഇതിപ്പോ കൊടുന്ന് വെച്ചിട്ട് ഒരു 2 വർഷമായി. ഇതിപ്പോ എവിടുന്ന് നിങ്ങള്? ഇത് പിന്നെ മണ്ണൂറ്റിന്ന് വാങ്ങി. ചെടികൾ ഇന്ന സ്ഥലം എന്നുള്ളതൊന്നുമില്ല. ഇല്ല, പലയിടത്തായിട്ട് വാങ്ങും ഞങ്ങള്. മണ്ണൂറ്റിന്ന് വാങ്ങും. പിന്നെ നമ്മളെ കൂട്ടുകാരുടെ ഇവിടെ ഒരു ലിയാ ഗാർഡൻ, അവര് കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട്. ഇതില് വളമകൾ എങ്ങനെയാ ചെയ്യുന്നത്? വളമകൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഞങ്ങള് ആദ്യം പിന്നെ ഡമ്മല് വെക്കാന്നുണ്ടെങ്കില് പിന്നെ നല്ല ചകിരിച്ചോറ്, പിന്നെ ആട്ടും കാഷ്ടം, അതുപോലെ വളപ്പൊടി, അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ എല്ലുപൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നാടൻ വളങ്ങളാണ് കൂടുതൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലൊക്കെ തന്നെ ഇതുപോലെ കായ്ക്കുന്ന അർത്ഥം. ഇത് സിന്ദൂർ മാവാണ്. ഇത് നല്ല കായ്ച്ചതാണ്. ഇത് ഈ വർഷം കായ്ച്ചിട്ടില്ല, ഈ വർഷം നല്ല കായ്ച്ചാണ്. അത് റമ്മ, എല്ലാം റമ്മ തന്നെയാണ്. റമ്മിലും മറ്റോ മരമുന്തിരി. ഇത് രാജാവ് റെഡ് ഹൈബ്രിഡ്. ഇവിടെ കായ്ച്ചിട്ടുണ്ടല്ലോ. എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇത് കൊലകൊലമായിട്ട് അടി മുതൽ മേലെ വരെ കായ്ക്കും, നന്നായിട്ട് കായ്ക്കും. നല്ല ടേസ്റ്റ് ഉള്ള കഴിച്ചു നോക്കാം. വേറെ ടേസ്റ്റ് സംഭവം. ഞാൻ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇവിടുന്നോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതും കൂടെ കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റ്, എല്ലാം കായ്ക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഇല കാണുമായിരുന്നു, അത്രക്കും കായ്ച്ചത്. ഇത് ഒരു അമ്പായാണ്, സ്വീറ്റ് അമ്പായ എന്ന് പറയും. എല്ലാം കായ്ക്കും, വേണ്ടിയില്ല, നന്നായിട്ട് കായ്ക്കും. ഇത് എത്ര വർഷം കൊടുത്തിട്ട്? ഒരു 2 വർഷം. 2 വർഷമായിട്ടുള്ളൂ. ഇവിടെ പൂട്ടിട്ടൊക്കെ ഉണ്ടല്ലോ, കഴിക്കുന്നു പൂവിടുന്നു ഒക്കെ ആയിരുന്നല്ലേ? ഇതൊരു മാവാണ്. ഇത് നല്ല കായ്ച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കായ്ച്ചിട്ടില്ല? കായ്ച്ചിരുന്നു. എല്ലാം നല്ല കായ്ച്ച മാവാണ്. പ്രാവശ്യം കായ്ച്ചില്ല എന്നർത്ഥം. പ്രാവശ്യം കായ്ച്ചിട്ടില്ല. പ്രാവശ്യം എന്താണെന്ന് അറിയില്ല.
ഇത് തോന്നുന്നു ഈ കാലാവസ്ഥന്റെ അതായിരിക്കാം ചാൻസ്. ഇത് നല്ലൊരു ചാമ്പയാണ്. മറ്റേ തായ്ലൻഡ് നല്ലൊരു വെറൈറ്റി ഇഷ്ടമായി കഴിച്ചിരുന്നു. ഇതിന്റെ റെഡും വൈറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇത് നല്ല കഴിച്ചിരുന്നു. ഇതെന്താണ് കളർ ഏതാ? ഇതൊരു പച്ച കളറാണ്. പച്ച കളർ. നല്ല മധുരമാണ്. നല്ല മധുരമുള്ള. ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് കഴിഞ്ഞാണ്. ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൽപ്പെട്ട വേറെ ചാമ്പയാണ്. ഇത് കാഴ്ചക്കില്ല. ഇതും ചാമ്പ തന്നെയാണല്ലേ? അതുപോലെ ഇതല്ല, ഇത് മറ്റേ ബനാന സപ്പോർട്ടാണ്. ബനാന സപ്പോർട്ട കണ്ടില്ല, എല്ലാം കായ്ക്കൊണ്ടില്ല. കായ്ക്കൊണ്ടില്ല, കൊലകൊലായിട്ട് കായ്ക്കൊണ്ടില്ലേ. എങ്ങനെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ? മധുരം എങ്ങനെ? നല്ല മധുരം. പക്ഷികളെ പേടിച്ചിട്ടാണ് ഇതിവിടെ നന്നായിട്ട് വവ്വാല് കൊണ്ടുപോകും. 2-3 മരങ്ങളൊക്കെ വലിയ മരം വെട്ടി മാറ്റി പൊട്ടിച്ചാടും അല്ലേ? പൊട്ടിച്ചാടി കായ്ക്കണില്ല. പിന്നെ അതിന്റെ ശേഷം പിന്നെ നല്ല കായ പൊടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നഴ്സറിയിൽ നിന്ന് കിട്ടിയാണിത്, വാങ്ങിയാണിത്. ഇതിന്റെ അവസ്ഥ എന്താന്ന് നമുക്ക് അറിയാൻ പറ്റൂല. കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മറ്റേ എന്താ പറയാ, ഒരു ഞാവലാണ്. ഒരു ചെറിയ ഞാവൽ, ചെറുതായി വൈറ്റ് ഞാവൽ. അങ്ങനെ ഞാവലല്ല, ചെറുനാവല്, ഒരു ചെറിയ ഐറ്റം ഞാവലാണ്. അത് കഴിച്ചിട്ടുണ്ട് ഇവിടെ? എല്ലാം കഴിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കഴിക്കും. ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് കഴിക്കലല്ല, ഇതിന്റെ കാഴ്ചിട്ട് പക്ഷികൾ നന്നായിട്ട് വന്നിരിക്കുമ്പോൾ അവരൊരു പ്രതീക്ഷയായിരിക്കുന്ന സമയത്ത് അവരങ്ങനെ കഴിച്ചു പോകും. കഴിച്ചു പോകും. അപ്പൊ നമുക്കൊരു സന്തോഷം. ഈ പൊതുവെ മരങ്ങളിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ മനസ്സും അതുപോലെ ലോലമായിരിക്കും പറഞ്ഞേക്കാം. ഇത് പിന്നെ ഡ്രാഗൺ കഴിച്ചു തുടങ്ങിയല്ലോ. മലേഷ്യൻ ഡ്രാഗൺ നല്ല മധുരമുള്ളതാണ്. മലേഷ്യൻ ഡ്രാഗൺ അല്ലേ? മൂപ്പായിട്ടില്ല. ഞാനിപ്പോ കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിലേ എന്തെങ്കിലും തണ്ട് കെട്ടി കൊടുത്തിട്ടേ എന്തെങ്കിലും കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ട് ചാടിക്കാനുള്ള പരിപാടി. ഒരു പരീക്ഷണമാണ്. സാധാരണ ഇത് ഒറ്റ കുറ്റിയിലും കമ്പിയിലും ഒക്കെയാണ് ടൈറ്റ് ആക്കല്, മേലെ റബ്ബർ ടയർ ഇട്ടിട്ട്. പിന്നെ ഇത് കവുങ്ങില് പടർന്നു പോകുന്നൊരു സംവിധാനമാണ്. കളിച്ചെടി ഒരു വെറൈറ്റി മോഡലല്ലേ, ഒരു പ്രത്യേക രീതിയിലാണ് കണ്ടത്. അബിയുടെ മറ്റൊരു ഐറ്റം കായ്ച്ചിട്ടുണ്ട്. ഇത് മേലെ കായ്ച്ചിരുന്നല്ലോ, എല്ലാം കായ്ച്ചിരുന്നു. 4-5 കായ്ച്ചു പ്രാവശ്യം. പക്ഷെ ഇതുമൊക്കെ എന്താ ഒരുതരം പിന്നെ കീടങ്ങൾ വന്നിട്ടേ ആകെ തുരുത്താണ്. ഇതിനൊക്കെ മരുന്ന് അടിക്കണം. ഇല നശിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ കാലാപ്പാടി എന്ന് പറഞ്ഞൊരു മാവാണ്. കാലാപ്പാടി പേരുള്ള മാവാണ്. ഇതിപ്പോ എന്താന്ന് വെച്ചാല് അപ്പുറത്തുള്ള ആ ഒരു മരം കൊണ്ടേ ഇതിനകത്ത് കിട്ടണില്ല. കറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നു. സൂര്യപ്രകാശം മാവിന് ഭയങ്കര. ഇതൊരു പിന്നെ വെറൈറ്റി ചക്കയാണ്. വിയറ്റ്നാം അല്ല. ഇതിന്റെ പേര് എന്താണ്, ഒരു ചോന ചക്കന്റെ റെഡ് ജാക്ക്. നിർബന്ധമായിട്ട് അവരുടെ ബോഡി ജപ്പാൻ പേര. ഇത് കൊടുന്നിട്ട് 3 കൊല്ലായിക്കണ്. ഇപ്പോഴേ കായ് പിടിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉള്ള പേരാണ്. അത് വലുതാവോ? ജപ്പാൻ പേര. ജപ്പാൻ പേര നിലത്താണല്ലോ. ജപ്പാൻ പേര നിലത്താണ്. ഇതില് വേറെന്തോ ഒരു മറ്റേ പ്ലംസ് ആയിരുന്നു, അത് ഉണങ്ങി. അതിന് ശേഷം പിന്നെ താഴത്തേക്ക് മാറ്റി വെച്ചാണ്. പിന്നെ അത് പിടിക്കലില്ല. kg 10 10 പീസ് 1 കിലോ ഉണ്ടാവും. അങ്ങനെ അതാണ് kg 10 കൊടുക്കുന്നത്. റംബുട്ടാന്റെ 10 പീസ് വെച്ചാൽ 1 kg ആവും. അപ്പൊ അത്രയും വലുതായിരിക്കും നടത്തും. കായ്ച്ചിട്ടുണ്ട് ഇവിടെ? കായ്ച്ചിട്ടില്ല. വെച്ചിട്ട് എത്ര ഇപ്പൊ? ഇത് വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. ഇതൊരു അറേബ്യൻ അത്തിയാണ്. അറേബ്യൻ അത്തി 5-6 പ്രാവശ്യം ഞാൻ പിന്നെ പഴുത്തത് അറുത്ത് പിന്നെ അതേ മരുന്നുണ്ടാവില്ലേ അത്തി. നിങ്ങൾ ചെരിഞ്ഞപ്പോഴേ ഒരു സപ്പോർട്ട് കൊടുത്താണ്. എല്ലാം കായ്ക്കണ ഒരു അത്തിയാണത്, അറേബ്യൻ അത്തി അല്ലേ? ഇതിനൊക്കെ നിങ്ങൾ നമ്മൾ ഈ നാടൻ വളം നമ്മളിപ്പോ പറഞ്ഞ അതേ വളം തന്നെ ഇട്ട് കൊടുക്കണം. ഇത് ഈ ഫ്രൂട്ട് ഒരു നല്ല ഉണ്ടായിരുന്നു. പിന്നെ പൂവിടണ്ടില്ലേ? പൂവിട്ടാണ്. പക്ഷെ ഇതെന്താ സംഭവം വെച്ചാല് നല്ല കാണാൻ നല്ല അഴകുണ്ട്, പിന്നെ ഭയങ്കര പുളിയാണ്. പക്ഷെ എന്താണ് ഇത് നമുക്ക് തേനില് ഇട്ടിട്ട് ജ്യൂസ് അടിക്കണം. നമ്മളെ ഇതൊക്കെ ചെറിയ എന്തോ സംഭവമൊക്കെ അല്ലേ നമ്മള് അതിന് മധുരം ആഡ് ചെയ്യലോ നമ്മള്. അപ്പൊ എന്താ ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ രുചി ഉണ്ടാക്കണം. ഇത് നിങ്ങൾ മറ്റേ കോൺക്രീറ്റിൻ്റെതാണല്ലോ. അങ്ങനെ രുചി. ഇതൊക്കെ നമ്മളെ ഈ ഒരു വളം തന്നെ. അപ്പൊ എന്താ അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് പരിചയപ്പെടുത്തണമെങ്കിൽ കൂടെ ഞാനിതിൽ ഈ ഒരു വീഡിയോ കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒത്തിരി ആളുകൾ സംശയങ്ങളും ചോദ്യങ്ങളാണിത്.
ഇതൊക്കെ വെറുതെ ചുമ്മാ ഒരു പക്ഷേ തുടക്കത്തിൽ കുറച്ച് പരാജയങ്ങൾ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകും അല്ലേ? പിന്നെ നമുക്ക് അതിലൊരു ഐഡിയ വരും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. പരാജയം സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കായ്ക്കണ പിന്നെ ഓറഞ്ച് ആണെന്ന് തന്നെയാണ്. അതെ അതെ അതെ. അതേ നിർത്തം നിൽക്കണ്ടില്ല, നമ്മളെ പറ്റിച്ചാണ് അവര്. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. യെസ്. അതുപോലെ ഇത് ഒലീവ്, സ്വീറ്റ് ഒലീവ് തന്നാണ്. നല്ല വില കൊടുത്ത് വാങ്ങിയാണ് നമ്മള്. ഇത് കൊറേ വലുതായി പോകുന്നല്ല, ഒരു പൂ കൂടി ഒന്നുകൂടി കട്ട് ചെയ്ത് കൊടുത്താണ്. അങ്ങനെ അതൊക്കെ നമ്മളെ പറ്റിച്ചാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള പണികളും അവരുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഞാവലാണ്. ബ്ലാക്ക് ഞാവല് തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നല്ല വലുപ്പം വെക്കും, നല്ല സാധനങ്ങളാണ്. പക്ഷെ എന്താണെന്ന് ഉണ്ടാവില്ല, ഉണ്ടാവും വിചാരിക്കാം. എത്ര വലുപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഐറ്റം ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു തയ്യാണ്. എന്തായാലും ഇതൊക്കെ ആസ്വദിക്കാണ് ശരിക്കല്ലേ? അതാണ് പ്രവാസ ജീവിതത്തിൽ നിന്ന് ഒക്കെ ഇന്നിപ്പോ നാട്ടിലാവുമ്പോ ഇതൊക്കെ ആസ്വദിക്കും. ഇത് കുടംപുളി ഞാൻ ഒരു ഇതില് വെച്ച് നോക്കിയാണ്, ഒരു 5-8 കാഴ്ചയാവില്ല, വെറുതെ വെച്ച് നോക്കിയാണ് ഉണ്ടാവുന്നുള്ള എനിക്ക്. ഇത് മറ്റേ സാധനം തന്നെ, നമ്മള് പീനട്ട് ബട്ടർ. അത് പിന്നെ ഒരു റംബൂട്ടാനാണ്. ഇത് കാഴ്ച, ഇത് പൂട്ടുകളാണ്, നല്ല പൂട്ടാണ്. പൂട്ടാണല്ലേ? ഇതിന്റെ രുചി എങ്ങനെ? ഇത് രുചി എന്ന് പറഞ്ഞാല് നല്ല പഴുത്താലേ, നല്ല പഴുത്ത് ചുവന്ന കളറിനായി നമ്മൾ വായിക്കാണ്ടിരുന്നെങ്കിൽ അലിഞ്ഞോണ്ട് പോകും. നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ്. അതിന്റെ കുരും കഴിക്കാം. കുരും കഴിക്കാം. നമ്മളെ കടലിന്റെ ടേസ്റ്റ് ആണ്. കടലില്ല, കടല. ഓക്കെ. മട്ടോവ നല്ല മധുരം ഒരു ഫ്രൂട്ടാണ്. നല്ല മധുരം ഉണ്ട്. അത് കൊലകൊലകൊലായിട്ട് കായ്ക്കും. ഒടുവിൽ വെച്ചിട്ട് 2 വർഷം ആയിട്ടുള്ള, 3 വർഷമാണ് അവര് പറയണത്. അപ്പൊ 1 വർഷം കൂടി നമ്മൾ കാത്തിരിക്കണം. പിന്നെ ഇത് നമ്മളെ മറ്റേ ഇതെങ്ങനെ? ഇത് അങ്ങനെ കഴിക്കാം. കഴിച്ചാൽ അതിനുള്ളിൽ കുരും കഴിക്കും, എല്ലാം കഴിക്കും, മൊത്തം കഴിക്കാം. അങ്ങനെയാണ്. പീനട്ട് ബട്ടർ നല്ല ഉണ്ടാവും. കഴിക്കണ സാധനമാണ് പീനട്ട് ബട്ടർ. ഇതൊക്കെ ഏതോ രാജ്യത്തെ സാധനങ്ങളാണ്, നമ്മളെ വീട്ടുവളപ്പിലാണ് ഇതല്ലേ? അപ്പൊ അതൊക്കെ തന്നെ പ്രത്യേകത. മറ്റേ അബിയുടെ തൈകളാണ്. ഇതെല്ലാം പൂവിട്ട് പോയി, ഒരു തരം കീടങ്ങൾ വരുന്നുണ്ട്, ഇതിലൊക്കെ മരുന്ന് കടിച്ചു കൊടുക്കാൻ, ഇലകൾ നശിപ്പിക്കുന്നല്ലേ? ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തക്കാളിപ്പഴം ഇതാണ്ട് ആക്കി വെച്ചാണ്. വലിയ രുചിയുള്ള സാധനം ഒന്നല്ല, എങ്കിൽ കൂടെ എല്ലാം കൊടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ അതും കിടന്നു. ഇതും അതുപോലെ തന്നെ വൈജ്ഞാനിൽപ്പെട്ടാണ്. കായ്ച്ചിട്ട് ഞാൻ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ കായ്ച്ച് കാണുന്നില്ല. ഇത് കുറച്ച് വലുപ്പമുള്ള മരങ്ങളാ, കായ്ക്കുന്നില്ലല്ലേ? വേറൊരു മാവ് മാവ് കായ്ച്ചു കണ്ടില്ലേ? ഏത് മാവാണ്? തായ്ലൻഡിന്റെ മാവാണ്. തായ്ലൻഡ്. ഓ, എന്ത് പേരാണെന്ന് അറിയില്ല. പേര് ഇതാ വലിയ ഐറ്റം പേരൊക്കെയാണോ? ഇതിനൊക്കെ കംപ്ലൈന്റ് വരും ചിലതിനല്ലേ? കംപ്ലൈന്റ് അടിയില് പേരൊക്കെ പൊതുവെ നമ്മുടെ നാടൻ പേരൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം പേരിൽ കാണാറുണ്ട് പലപ്പോഴും. നല്ല വലുതാവൂലേ? എന്താ ഇത് കൊണ്ടുവന്ന് പശുക്കൾ കൊണ്ടുവന്ന് നിങ്ങള് ഒരുപാട് നല്ല രീതിയിലുള്ള വിശദീകരണം ഒക്കെ തന്നു കഴിഞ്ഞു. നമ്മളും തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ടാവും. ഞാൻ പൊതുവെ എത്ര കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ കുറെ കാലമായിട്ട് നോട്ട് ചെയ്യാണ്, പക്ഷെ എനിക്കൊരു ടൈം കിട്ടിയില്ല, നിങ്ങൾ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും പ്രിയമുള്ള പ്രേക്ഷകരെ, ഇതായിരുന്നു നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ എത്തിക്കാനുള്ള ഒരു കണ്ടന്റ്. പ്രധാനമായിട്ടും ഞാൻ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നഴ്സറികളിൽ നിന്നും മറ്റൊന്നൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീട്ടുവളപ്പിൽ അത് എങ്ങനെ കൃഷി ചെയ്ത് അതിന്റെ വിഭവങ്ങൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു ലൈവ് പ്രൂഫായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പൊ ആ കാഴ്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുക. എന്തായാലും ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായി. നമ്മള് പിന്നെ എന്ത് ഫ്രൂട്ട് എന്ത് തൈ വാങ്ങിക്കൊണ്ടിരാന്നുണ്ടെങ്കിലും നല്ല വെയില് തട്ടുന്ന സ്ഥലത്ത് വെക്കാം. വെയില് പ്രധാനം. നല്ല വെയില് തട്ടുന്ന സ്ഥലത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെ, ഇതിനൊക്കെ നല്ല വെയില് വേണം. ഇതിനൊക്കെ എല്ലാം നല്ല വെയിൽ, ഓപ്പൺ വെയിൽ കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്തന്നെ വെച്ചില്ല. അപ്പൊ പ്രേക്ഷകർ മനസ്സിലാക്കുക, അദ്ദേഹം പറയുന്ന വെച്ചാൽ സൂര്യപ്രകാശം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമ്മള് സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു തണലുള്ള സ്ഥലത്ത് കൊടുന്ന് വെച്ചിട്ട് കാഴ്ചയില്ല എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ 2 അടി ആയിട്ടുള്ള കുഴിച്ചിട്ട് നല്ല 2.5 അടിയിൽ വേണം. നല്ല വീതിയിൽ നല്ല ഉഷാറായിട്ട് കടച്ച് നല്ല മണ്ണൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല വളമുകളൊക്കെ കൊടുത്ത് നല്ല ലെവലില് തൈ വെക്കുക. ഇവര് നമ്മളെ മറ്റുള്ള മരങ്ങളെ പോലെ ഓടി നടന്ന് വളം പിടിച്ചിട്ടുള്ള കഴിവില്ല. അപ്പൊ ആ കുയിന്റെ ഉള്ളിൽ കൊടുക്കുന്ന
അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ബക്കറ്റുകളിൽ ബക്കറ്റിൽ വെക്കുമ്പോൾ വെച്ചാല് പെട്ടെന്ന് കായ്ക്കും. അതിനുള്ള അപ്പൊ നമ്മളിപ്പോ പുറത്ത് വെക്കണ ഒരു മാവ് തൈ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കാന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ച് 2 വർഷം കൊണ്ട് കായ്ക്കും. കാരണം എന്താ വെച്ചാല് ഇവര് ഇതിലിടുന്ന വളമകൾ ഇവരെല്ലാം പിടിച്ചിരിക്കണം. അതെ അതെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഇതുപോലെ തന്നെ 1-2 തൈകളൊക്കെ വാങ്ങിക്കൊടുന്ന് വെക്കുക. മനസ്സിന് ഒത്തിരി സന്തോഷം, വളരെ സന്തോഷമാണ്. മനസ്സിന് ഈ മാനസിക പിരിമുറുക്കം പ്രവാസ ജീവിതം കഴിഞ്ഞാൽ പിന്നെ ഷുഗർ പ്രഷർ നമുക്ക് ചെറിയൊരു ഇതുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വലിയ എനർജിയാണ്, നല്ല വ്യായാമമാണ്. ഇതിലൊക്കെ നാട് ഓടി പാഞ്ഞത്. അപ്പൊ ശരീരത്തിന് നല്ല വ്യായാമം കൂടെ, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല. കാരണം മൂപ്പരെ എപ്പോഴും കാണാം, എപ്പോഴും ഒരു ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടെ നടക്കുകയാണ്. അപ്പൊ പ്രവാസികൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന വിഷയം എന്താ, ആ ഒരു പ്രവാസി ജീവിതം അവസാനം നമുക്ക് മാസം കിട്ടുന്ന ശമ്പളം ഒരു സുപ്രഭാതത്തിൽ അവസാനിക്കുക, പിന്നെ നാട്ടിലേക്ക് വരിക, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, വല്ലാത്തൊരു തളർച്ചയാണ്. അപ്പൊ ആ തളർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ല രീതി, അതായത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക. വളരെയധികം തീർച്ചയായും നമ്മള് നട്ടൊരു സംഭവം കായ്ക്കുമ്പോ അത് പച്ചപിടിച്ച് നിൽക്കുന്ന രാവിലെ വന്ന് ഉദാഹരണത്തിനെ ഇത് ഞാൻ കൊടുന്ന് വെച്ചിട്ട് ഇത് ഈ ലോങ്ങിന് എല്ലാവരും അതിവിടെ കായ്ക്കൊല്ല പല ആളുകൾ പറയും. അതുപോലെ ആ മരം കായ്ച്ചപ്പോൾ നമുക്ക് സന്തോഷം തന്നെ കഴിക്കണതല്ല, വേറെ ടൈപ്പ് മരം. അതുപോലെ ഇതിന്റെ ടേസ്റ്റ് രുചിയാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയല്ലോ സംഭവമാണ്. അതിന്റെ കുരു കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യണത്, മുളപ്പിച്ചിട്ട് കുരു സീഡ് പിടിക്കൂല, എന്നിട്ട് മുളപ്പിച്ചിട്ട് ഇതിന്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി അങ്ങനെ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മള് നല്ല വിശദീകരണം തന്നു. അപ്പൊ ഇനി അടുത്ത ഒരു വിശേഷമായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് സമാനമായി നൽകുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.